കുഞ്ഞുനാൾ മുതലേ കൃഷ്ണഭക്തനാണ്. ഞാൻ നോക്കുമ്പോൾ എപ്പോഴും ഇപ്പോൾ സ്പിരിറ്റിൻ്റെയും നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു സോളിനെ വെച്ച് കണക്ട് ചെയ്ത് സംസാരിക്കും. എപ്പോഴും കൃഷ്ണ രാധ സ്റ്റോറി വെച്ചിട്ടാണ് അങ്ങ് എപ്പോഴും പറയാറുള്ളത്. അതുകൊണ്ട് ചോദിച്ചത്. അത് പലരും കൃഷ്ണഭക്തനാണോ കാളി ഭക്തനാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. നമ്മളത് മനസ്സിലാക്കുന്നത് ഇതെല്ലാം ഒന്നാണല്ലോ, ഒരു ഇതാണ്. അപ്പോൾ നമ്മളിപ്പോൾ കൃഷ്ണനെന്നും കാളിയെന്നും ശിവനെന്നും ക്രൈസ്റ്റ് എന്നും ഒക്കെ നമ്മൾ ക്ലാസിഫിക്കേഷൻ ചെയ്തേക്കുന്നത് എന്തിൻ്റെ ബേസിലാണ്? അവരിൽ കാണുന്ന ഗുണങ്ങളുടെ ബേസിൽ മാത്രമാണ്, അല്ലേ? ഇപ്പം ബുദ്ധന് കാരുണ്യമുണ്ട്, ക്രൈസ്റ്റിന് സ്നേഹമുണ്ട്, കൃഷ്ണന് ആനന്ദമുണ്ട്, ശിവന് ബോധസ്വരൂപനാണ്. ഇങ്ങനെയൊക്കെ നമ്മൾ പറയുന്ന ഓരോ ഗുണങ്ങളെയാണ്. ഈ ഗുണങ്ങൾക്ക് രൂപമുണ്ടോ? ഗുണങ്ങൾക്ക് രൂപമില്ല. നമ്മൾ രൂപം ആരോപിക്കുന്നതിലാണ് ഈ ഗുണങ്ങൾ കാണുന്നത്. അപ്പോൾ ഗുണങ്ങളെല്ലാം അതൊരു പ്രകൃതിയിലുള്ള ഒരു സത്യമാണത്. അങ്ങനെ നോക്കുമ്പോൾ പ്രത്യേകിച്ച് ഒന്നിൻ്റെയും ആരുടെയും എന്താ പറയുക ഭക്തൻ അങ്ങനെ അല്ല. കാര്യം ഇതെല്ലാം ഗുണങ്ങളാണല്ലോ. നമ്മൾ ഇപ്പം ഇന്ന ഗുണം, ഇപ്പം കൃഷ്ണനിലെ ആനന്ദം ഉണ്ടെങ്കിൽ ആ രൂപം, കൃഷ്ണൻ്റെ രൂപത്തിൽ ഇതാണ് കൃഷ്ണൻ എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷേ ആനന്ദത്തിനെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഗുണങ്ങൾ, എല്ലാ ഗുണങ്ങളും ചേർത്ത് വരുന്നത് എവിടെയാണ്? ഈ പ്രപഞ്ചത്തിലുള്ള അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഊർജ്ജത്തിലാണ്. അപ്പം ഒരു പർട്ടിക്കുലർ ഡൈറ്റിയുടെ ആളെന്നുള്ള ചിന്തിക്കുന്നതിനെക്കാട്ടിയും ഹോൾസമ്മിനെ പോയിൻ്റ് ചെയ്യുന്നതാണ് നമുക്ക് കൂടുതലും ഇഷ്ടം. അതുകൊണ്ട് ഇതെല്ലാത്തിനും അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. കൃഷ്ണഭക്തനാണെന്ന് ചോദിച്ചാൽ ആണെന്ന് പറയും, ആണെന്ന് പറയും. കാര്യം ഇതെല്ലാം ഒന്നിലാണല്ലോ ഉള്ളത്. ആ രീതിയിലാണ് നമ്മളത് കാണുന്നത്. പിന്നെ കണക്ട് ചെയ്ത് പറയാം ചില എക്സാമ്പിൾസ്. നമ്മൾ രാധാകൃഷ്ണൻ്റെയൊക്കെ എക്സാമ്പിളായിട്ട് പറയാൻ കാരണം എന്തെന്ന് വെച്ചാൽ സ്റ്റോറികൾ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ ഒരു അരമണിക്കൂർ വേദാന്തം പറയുന്നതും കാട്ടിയും 5 മിനിറ്റിൻ്റെ സ്റ്റോറിയിൽ കൂടി പെട്ടെന്ന് ഒരാളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഈ കൃഷ്ണ രാധ കോൺസെപ്റ്റൊക്കെ ഒത്തിരി പേര് എല്ലാവരും കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ആ ഒരു മെസ്സേജ് പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ കൂടി പറയുമ്പോൾ പെട്ടെന്ന് ലിങ്ക് ആകും. അതുകൊണ്ട് ആണ് അത് ആ രീതിയിൽ അത് പറയുന്നത്. ഇപ്പോൾ അങ്ങയുടെ ഓരോ വളർച്ചയിലും സ്പിരിച്വൽ ഇപ്പോൾ പടിപടിയായിട്ടായിരിക്കുമല്ലോ സ്പിരിച്വൽ തലത്തിൽ നമുക്ക് വളരാൻ കഴിയുന്നത്. അപ്പോൾ ഉണ്ടായിട്ടുള്ള സ്പിരിച്വലായിട്ടുള്ള അനുഭവങ്ങളെക്കുറിച്ചൊന്ന് ഷെയർ ചെയ്യാമോ? എന്തെങ്കിലും പ്രത്യേക തരത്തിലുള്ള എക്സ്പീരിയൻസ് അങ്ങനെ എന്തെങ്കിലും? ആധ്യാത്മികതയെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ അതീന്ദ്രിയമായിട്ടുള്ള കാര്യങ്ങളിലോട്ടാണ് ആൾക്കാർ ആദ്യം ചിന്തിക്കുന്നത്. അപ്പം ധ്യാനിച്ചാൽ അല്ലെങ്കിൽ ആത്മീയമായിട്ട് പ്രവേശിച്ചാൽ എന്തൊക്കെയോ മിറാക്കിൾസ് നമുക്ക് കിട്ടും, അല്ലെങ്കിൽ മിറാക്കിൾസ് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് ബേസിക്കലി ആൾക്കാർ അതിനെ ചിന്തിക്കുന്നത്. ഇപ്പം ഈശ്വരഭക്തനാണോ എന്ന് ചോദിച്ചാൽ അതെ. എന്താണ് കാര്യം? എൻ്റെ ഇന്ന കാര്യങ്ങൾ മാറി, അല്ലെങ്കിൽ ഇത് കിട്ടി. ഇത്തരം രീതിയിലാണ് അതിനെ ഇൻറ്റർപ്രറ്റ് ചെയ്യുന്നത് ആധ്യാത്മികതയെ. അപ്പോൾ ബേസിക്കലി നമ്മുടെ ചൈൽഡ്ഹുഡിൽ തന്നെ ഞാൻ നോക്കി വരുമ്പോൾ ആ രീതിയിലല്ല നമ്മൾ ആത്മീയതയെ സമീപിച്ചത്. എന്നിലൊരു ക്വസ്റ്റ്യൻ ഉണ്ടായി, എനിക്കതിന് ആൻസർ കിട്ടണം. ഇതാണ്. ആ ക്വസ്റ്റ്യനിൽ ഒരു ഡിമാൻഡുകളും ഇല്ലായിരുന്നു, പ്രത്യേകിച്ച് ഒന്നുമില്ലായിരുന്നു. അതുകൊണ്ട് ഈ മിറാക്കിൾ, അതീന്ദ്രിയം അങ്ങനത്തെ കോൺസെപ്റ്റിലോട്ട് നമുക്ക് ഫോക്കസ് ചെയ്യേണ്ടി വന്നില്ല. അതിനപ്പുറം ഒരു പീസിലിരിക്കണമെന്നുള്ളതായിരുന്നു എൻ്റെ ബേസിക്കായിട്ടുള്ള ഒരു ആവശ്യം, ഉള്ളിലുള്ള ഒരു ആവശ്യം. അപ്പോൾ ഈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പോകുന്നു എന്ന് പറഞ്ഞല്ലോ. ആ ഒരു ട്രാവൽ ചെയ്യുന്ന സമയത്ത് തന്നെ എക്സ്പാൻഷനും ബ്ലിസ്ഫുള്ളായിട്ടിരിക്കണമെന്നുള്ളതായിരുന്നു ഞാൻ ആഗ്രഹിച്ചിരുന്നതും. അതാണ് എന്നെ കൂടുതൽ ആകർഷിച്ചുകൊണ്ടിരുന്നത്. അപ്പം അതിലോട്ടാണ് കണക്ട് ചെയ്ത് പോയിക്കുന്നത്. അത് തന്നെയാണ് ബേസിക്കായിട്ടുള്ള എക്സ്പീരിയൻസ്.